വെൽക്കം ചിൽഡ്രൻ. നമുക്ക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആയ സോളിഡ് സ്റ്റേറ്റിന്റെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതെല്ലാം ഓർമ്മ കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കി ഭാഗം പഠിക്കാൻ തുടങ്ങാം. നമുക്ക് പഠിക്കാനുള്ളത് പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചാണ്. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി? അതായത് ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലും ക്യൂബിക് ക്ലോസ് പാക്കിങ്ങിലും ക്രിസ്റ്റലിന്റെ പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 74% എന്ന് പറഞ്ഞാൽ നമുക്ക് മൊത്തം പാർട്ടിക്കിൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ മൊത്തം ലഭ്യമാകുന്ന സ്ഥലത്തെ 100%, അതിൽ 74% പാർട്ടിക്കിൾസ് കൊണ്ട് ഒക്കുപ്പൈ ചെയ്യും. പാർട്ടിക്കിൾസിനെ നമ്മൾ സ്ഫിയേഴ്സ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ക്രിസ്റ്റലിലെ പാർട്ടിക്കിൾസിനെ. അപ്പോഴ് 74% HCPയുടെയും CCPയുടെയും പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ 74% സ്പേസ് is occupied by spherical particles. ബാക്കി 26% വേക്കന്റ് സ്പേസ് ആണ്. എന്താ വേക്കന്റ് സ്പേസിന് എന്താ നമ്മൾ പറയുക? വോയിഡ്സ്. അപ്പൊ ഇവിടെ നമ്മുടെ HCPയിലും CCPയിലും ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട്? 4 പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? അപ്പൊ പിന്നെ അതുകൊണ്ട് 74% പാക്കിംഗ് എഫിഷ്യൻസി ആണ് എന്ന് പറഞ്ഞാൽ മൊത്തം യൂണിറ്റ് സെല്ലിൽ ലഭ്യമായ സ്പേസിന്റെ 74% പാർട്ടിക്കിൾസ് കൊണ്ട് ഒക്കുപ്പൈ ചെയ്യുന്നു. ബാക്കി 26% വോയിഡ്സ് ആണ്. BCCയിലോ ഒരു യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിൾ അല്ല, അവിടെ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി 68% ആണ്. അത്രയും സ്പേസ് ആണ് പാർട്ടിക്കിൾസ് കൊണ്ട് ഒക്കുപ്പൈ ചെയ്യുന്നത്. അതുപോലെ SCC സിമ്പിൾ ക്യൂബിക് സെൽ, അതിൽ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി 52.4% ആണ്. അപ്പൊ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി? അതായത് പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഓക്യുപ്പൈഡ് ബൈ സ്ഫെറിക്കൽ പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൽ മൊത്തം ലഭ്യമായ സ്ഥലത്തിന്റെ എത്ര പെർസെന്റേജ് സ്പേസ് പാർട്ടിക്കിൾസ് കൊണ്ട് ഓക്യുപ്പൈ ചെയ്തിരിക്കുന്നു, അത്രയും ഏരിയയ്ക്ക് പറയുന്ന പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ദ percentage of total space occupied by spherical particles. അപ്പം അതിന്റെ ഫോർമുല എന്ന് പറയുന്നത് പാക്കിംഗ് എഫിഷ്യൻസി ഈക്വൽസ് വോളിയം occupied by spheres in the unit cell divided by total volume of the unit cell. നമ്മൾ പെർസെന്റേജ് കണ്ടുപിടിക്കാൻ എങ്ങനെയാ? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇൻറ്റു 100. അപ്പൊ മൊത്തം ലഭ്യമായ സ്പേസ് എന്ന് പറയുന്ന ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ആണ്. അതിൽ എത്ര ഭാഗം പാർട്ടിക്കിൾസ് കൊണ്ട് ഒക്കുപ്പൈ ചെയ്യുന്നു? വോളിയം ഒക്കുപ്പൈഡ് ബൈ ദ സ്ഫിയേഴ്സ് ഇൻ ദി യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഇതാണ് പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ദ പെർസെന്റേജ് ഓഫ് ടോട്ടൽ സ്പേസ് ഒക്കുപ്പൈഡ് ബൈ സ്ഫെറിക്കൽ പാർട്ടിക്കിൾസ് ഇൻ എ യൂണിറ്റ് സെൽ, ആൻഡ് പാക്കിംഗ് എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു വോളിയം ഒക്കുപ്പൈഡ് ബൈ സ്ഫിയേഴ്സ് ഇൻ ദി യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദി യൂണിറ്റ് സെൽ ഇൻറ്റു 100. പാക്കിംഗ് എഫിഷ്യൻസി ഏറ്റവും കൂടുതൽ ഹെക്സഗണൽ ക്ലോസ് പാക്കിങ്ങിലും അതുപോലെ CCPയിലുമാണ്. കാരണം 1 യൂണിറ്റ് സെൽ കൺസിസ്റ്റ് ഓഫ് 4 പാർട്ടിക്കിൾസ്. എത്രയാ അതിന്റെ പാക്കിംഗ് എഫിഷ്യൻസി? 74%. In case of BCC, number of particles per unit cell is 2. Its packing efficiency is 68%. And in case of simple cubic cell, number of particles per unit cell is 1 and its packing efficiency is 52.4%. അടുത്ത നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് കാൽക്കുലേഷൻ, നമുക്ക് പ്രോബ്ലംസ് പഠിക്കണം, അതിനൊരു ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. കാൽക്കുലേഷൻ ഓഫ് ഡെൻസിറ്റി ഫ്രം യൂണിറ്റ് സെൽ ഡയമെൻഷൻസ്. അതായത് ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ, യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എന്തോ സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ. അതിന് ഒരു എഡ്ജിന്റെ ലെങ്ത് നമ്മൾ A എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ആണിത്. ഡെൻസിറ്റി D is equal to density of unit cell D is equal to mZ divided by n0A cube, where m എന്ന് പറയുന്നത് മോളാർ മാസ്. അതായത് ഏത് എലമെന്റിന്റെ യൂണിറ്റ് സെല്ലാണോ അതിന്റെ മോളാർ മാസ്. Z നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം. അതായത് സിമ്പിൾ ക്യൂബിക് സെല്ലിലാണെങ്കിൽ 1 പാർട്ടിക്കിൾ, ബോഡി സെന്റേർഡ് സെല്ലിലാണെങ്കിൽ 2 പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ, ഫേസ് സെന്റേർഡ് സെല്ലിലാണെങ്കിൽ
4 particles per unit cell. അതായിരിക്കും ഇവിടെ വരുന്നത്. N0 നമുക്ക് എന്താണെന്ന് അറിയാം, അവോഗാഡ്രോ നമ്പർ. A എന്ന് പറയുന്നത് എഡ്ജ് ലെങ്ത്. ഏതാ? എഡ്ജ് ലെങ്ത് ഓഫ് ദി യൂണിറ്റ് സെൽ. അപ്പൊ ഈ ഒരു ഫോർമുല വെച്ചുകൊണ്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യണം. എന്താണ്? ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ ഇസ് ഇക്വൽ ടു mz divided by n0 a cube, where m is the molar mass of the element, is the number of particles per unit cell, n0 Avogadro number 6.022 into 10 raised to 23. A is the length of the edge of the unit cell. ഇനി അത് വെച്ച് നമുക്ക് പ്രോബ്ലം ചെയ്യാം. X-ray diffraction studies shows that copper crystallizes in an FCC unit cell with a cell edge of 3.608 angstrom. In a separate experiment, copper is determined to have a density of 8.92 gram per centimeter cube. Calculate the atomic mass of copper. നമുക്ക് ഈ പ്രോബ്ലം ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ FCC യൂണിറ്റ് സെൽ. FCCയിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എത്രയാ? 4. അപ്പം ഇവിടെ നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ റെപ്രസെന്റ് ചെയ്യുന്നത് Z എന്ന ഇലക്ട്രോൺ ആണ്. Z equals 4. പിന്നെന്താ തന്നിരിക്കുന്നത്? എഡ്ജ് ലെങ്ത് 3.608 into 10 raised to minus 8 സെന്റിമീറ്റർ. പിന്നെ തന്നിരിക്കുന്നത് എന്താ? ഡെൻസിറ്റി തന്നിട്ടുണ്ട് 8.92 gram per centimeter cube. കണ്ടുപിടിക്കാൻ എന്താ ചോദിച്ചിരിക്കുന്നത്? മൊളാർ മാസ്. മൊളാർ മാസ് കോപ്പറിന്റെ കേസിൽ കോപ്പർ ആറ്റമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇപ്പൊ മൊളാർ മാസ് എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ഡെൻസിറ്റിയുടെ ഫോർമുല എന്താ? D equals mz divided by n0 a cube. ഇതിൽ നിന്ന് നമുക്ക് മൊളാർ മാസ് m is equal to എങ്ങനെ ചെയ്യാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. D into n0 a cube divided by z. D n0 a cube divided by z. D density എന്താ? 8.92 gram per centimeter cube into n0 6.022 into 10 raised to 23 into a എത്ര? 3.608 into 10 raised to minus 8 അത്ര ക്യൂബ് divided by Z. Z എത്രയാ? 4. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 63.1 മൊളാർ മാസിന്റെ യൂണിറ്റ് ഗ്രാം പെർ മോൾ. ഇപ്പൊ കോപ്പറിന്റെ ആറ്റമാണ്, അതുകൊണ്ട് കോപ്പറിന്റെ അറ്റോമിക് മാസ് 63.1 അറ്റോമിക് മാസ് യൂണിറ്റ് AMU എന്നെഴുതാം. അപ്പൊ ഒന്നുകൂടെ പറയാം. ക്വസ്റ്റ്യൻ എന്താണ്? കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ FCC യൂണിറ്റ് സെൽ. FCCയിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് 4 ആണ്. Z equals 4. എഡ്ജ് ലെങ്ത് തന്നിട്ടുണ്ട്. എഡ്ജ് ലെങ്ത് A 3.608 into 10 raised to minus 8 സെന്റിമീറ്റർ. ഡെൻസിറ്റി 8.92 gram per centimeter cube. മൊളാർ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അറ്റോമിക് മാസ് ഓഫ് കോപ്പർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഡെൻസിറ്റിയുടെ ഫോർമുല D equals mz by n0 a cube. അതിലെ മൊളാർ മാസ് കണ്ടുപിടിക്കുക. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. M equals D into n0 a cube divided by Z. D യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. n0 അവോഗാഡ്രോ നമ്പർ 6.022 into 10 raised to 23 into A യുടെ വാല്യൂ 3.608 into 10 raised to minus 8 അത്രയും ക്യൂബ് divided by 4. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 63.1 gram per mole എന്ന് വരും. That is atomic mass of copper equals 63.1 U. അങ്ങനെയാണ് പ്രോബ്ലം. മനസ്സിലായല്ലോ? Calculate the mass of a unit cell of a copper crystal. Atomic mass of copper is 63.54. നമുക്ക് ആ പ്രോബ്ലം ചെയ്ത് നോക്കാം. അതായത് എന്തുവാ ചോദിച്ചിരിക്കുന്നത്? കോപ്പറിന്റെ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കണ്ടുപിടിക്കാൻ. മാസ് ഓഫ് എ യൂണിറ്റ് സെൽ ഓഫ് കോപ്പർ. അതായത് മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്. നമുക്ക് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് ഡെൻസിറ്റിയുടെ ഫോർമുല മാസ് ബൈ വോളിയം.
ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ, മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അപ്പൊ ഇതില് ഈ മാസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്റെ കൂടെ തന്നിട്ടുണ്ട് മൊളാർ മാസ് ഓഫ് കോപ്പർ. കോപ്പറിന്റെ മൊളാർ മാസ് 63.54. കോപ്പർ ആറ്റമായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അറ്റോമിക് മാസ് എന്ന് പറഞ്ഞാൽ 63.54. ഇതാണ് കോപ്പറിന്റെ മൊളാർ മാസ്. അപ്പൊ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെല്ലിന്റെ ഒരു ഫോർമുല നമ്മളിപ്പോ പഠിച്ചു. ഡെൻസിറ്റി ഈക്വൽസ് mZ ഡിവൈഡഡ് ബൈ n0a³. നമുക്ക് ഈ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെല്ലിന് വരെ ഈ ഫോർമുല ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. Therefore, mZ by n0a³ equals mass of unit cell. അത് നമ്മൾ സ്മോൾ ലെറ്റർ m കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. മോളാർ മാസ് ഓഫ് കോപ്പർ ക്യാപിറ്റൽ ലെറ്റർ m, മാസ് ഓഫ് യൂണിറ്റ് സെല്ല് സ്മോൾ ലെറ്റർ m കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെല്ലിന്റെ വോളിയം, യൂണിറ്റ് സെല്ലിന്റെ ഒരു എഡ്ജിന്റെ ലെങ്ത് a. അപ്പൊ യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ ക്യൂബ് പോലാണ്. ക്യൂബിന്റെ വോളിയം എന്തുവാ? സൈഡ് ഇൻറ്റു സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ a ഇൻറ്റു a ഇൻറ്റു a, ദാറ്റ് ഈസ് a³. ഇങ്ങനെ വരും. അതായത് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ mZ by n0a³, മാസ് ഓഫ് യൂണിറ്റ് സെൽ സ്മോൾ ലെറ്റർ m കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. വോളിയം ഓഫ് യൂണിറ്റ് സെൽ a³. അപ്പൊ ഡിനോമിനേറ്ററിലെ 2a³ ക്യാൻസൽ ആയി. പിന്നെ ഇവിടെ എന്താ ഉള്ളത്? mZ by n0 equals m, that is mass of unit cell m is equal to mZ divided by n0. അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാസ് ഓഫ് യൂണിറ്റ് സെൽ is equal to molar mass of copper 63.54 into, ഇനി നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ പഠിച്ചു വരും, കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ FCC യൂണിറ്റ് സെൽ. FCC യുടെ കേസിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ 4 ആണ്. Therefore 4 divided by n0, അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23. ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.22 ഗ്രാം എന്ന് വരും. ഇതാണ് കോപ്പറിന്റെ ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ്. എന്നൂടെ പറയാം, എന്താ ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ യൂണിറ്റ് സെൽ ഓഫ് കോപ്പർ. ഇപ്പൊ കോപ്പർ ക്രിസ്റ്റലൈസസ് ഇൻ FCC ലാറ്റിസ്, FCC യൂണിറ്റ് സെൽ. Therefore, number of particles per unit cell, that is Z in case of copper 4 ആണ്. പിന്നെ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതിന്റെ മാസ് ഓഫ് യൂണിറ്റ് സെൽ കണ്ടുപിടിക്കണം. അപ്പൊ ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെല്ലിൽ നമ്മൾ പഠിച്ച ഫോർമുലയാണ് mZ ഡിവൈഡഡ് ബൈ n0a³. അതുകൊണ്ട് ഇതിനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡിവൈഡഡ് ബൈ മാസ് ഓഫ് യൂണിറ്റ് സെൽ സ്മോൾ ലെറ്റർ m ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. യൂണിറ്റ് സെൽ ക്യൂബ് പോലാണ്, ഒരു എഡ്ജിന്റെ ലെങ്ത് a ആണ്. അപ്പൊ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം a ഇൻറ്റു a ഇൻറ്റു a, ദാറ്റ് ഈസ് a³. a³ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. 2a³ ഡിനോമിനേറ്ററിലെ 2a³ ക്യാൻസൽ ആയി. Therefore m is equal to mZ divided by n0. m ന് പകരം മോളാർ മാസ് തന്നിട്ടുണ്ട് 63.54. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ Z 4 ഡിവൈഡഡ് ബൈ n0, അവോഗാഡ്രോ നമ്പർ 6.022 into 10⁻23. സോൾവ് ചെയ്യുമ്പോൾ 4.22 ഗ്രാം ആണ് മാസ് ഓഫ് യൂണിറ്റ് സെൽ ഓഫ് കോപ്പർ. മനസ്സിലായല്ലോ? സിൽവർ ഫോംസ് CCP ലാറ്റിസ്. ക്യൂബിക് ക്ലോസ് പാക്കിംഗ് ആണ് CCP ലാറ്റിസ്. And X-ray studies of its crystal show that the edge length of its unit cell is 408.6 picometer. Calculate the density of silver. Atomic weight of silver തന്നിട്ടുണ്ട് 107.9 U. U എന്ന് പറഞ്ഞാൽ atomic mass unit. ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എന്ത് മനസ്സിലായി? സിൽവർ ഫോം CCP ലാറ്റിസ്. CCP ക്യൂബിക് ക്ലോസ് പാക്കിംഗ്, അത് നമ്മുടെ ഫേസ് സെന്റർഡ് ക്യൂബിക്കിനെ പോലെ തന്നെയാണ് ക്രിസ്റ്റലൈസ് ചെയ്യുന്ന യൂണിറ്റ് സെൽ. 4 പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ ആണ്. പിന്നെ എഡ്ജ് ലെങ്ത് ഓഫ് യൂണിറ്റ് സെൽ തന്നിട്ടുണ്ട് 408.6 പൈക്കോമീറ്റർ. പിന്നെ മൊളാർ മാസ് ഓഫ് സിൽവർ തന്നിട്ടുണ്ട് 107.9 അറ്റോമിക് മാസ് യൂണിറ്റ്. അപ്പൊ നമ്മളിവിടെ എഡ്ജ് ലെങ്ത് ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഡെൻസിറ്റി ഓഫ് സിൽവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടെ നമ്മളിപ്പം A അത് പൈക്കോമീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്കതിനെ പൈക്കോമീറ്ററിനെ മീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 10⁻12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ 408.6 into 10⁻12 മീറ്റർ.
ഇതിനെ സെന്റിമീറ്റർ ആക്കണമെങ്കിലോ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 100 എന്ന് പറഞ്ഞാൽ 10 സ്ക്വയർ. അപ്പൊ ഇതേ ഇൻറ്റു 10 സ്ക്വയർ വരുമ്പോ എത്ര വരും? 10 raised to minus 12 into 10 square, that is 408.6 into 10 raised to minus 12 ഇത്രയും മീറ്റർ ആണ് into 10 square സെന്റിമീറ്റർ. ഇത്രയും സെന്റിമീറ്റർ. അത് വരുമ്പോ നമുക്ക് 408.6 into 10 raised to minus 12 10 raised to 2 കൂടെ വരുമ്പോ 10 raised to minus 10 സെന്റിമീറ്റർ എന്ന് വരും. ഇതാണ് എഡ്ജ് ലെങ്ത്. പിന്നെ CCP ലാറ്റിസ് ആണ് ഫോം, CCP യൂണിറ്റ് സെൽ ആണ് ഫോം ചെയ്യുന്നത്. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ 4 ആണ്. മോളാർ മാസ് ഉണ്ട്. ഇതിന്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കാം? ഡെൻസിറ്റിയുടെ ഫോർമുല എന്താ? ഡെൻസിറ്റി ഈക്വൽസ് mz divided by n0a³. Therefore it is equal to m ന് പകരം മോളാർ മാസ് ഓഫ് സിൽവർ 107.9 into Z, number of particles per unit cell 4 divided by n0 6.022 into 10 raised to 23. നമ്മുടെ മോളാർ മാസിന്റെ യൂണിറ്റ് ഗ്രാം പെർ മോൾ. ഇത്രയും ഗ്രാം പെർ മോൾ into 4 6.022 20 23. എയുടെ വാല്യൂ 408.6 into 10 raised to minus 10 cube. A cube അല്ലേ? ഇത് ഇത്രയും സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 10.5 per centimeter cube ആണ്. അതായത് ഡെൻസിറ്റി. An element with molar mass 2.7 into 10 raised to minus 2 kilogram per mole forms a cubic unit cell with a edge length 405 picometer if its density is 2.7 into 10 raised to 3 kilogram per meter cube. What is the nature of the cubic unit cell? ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നേ? എലമെന്റിന്റെ മോളാർ മാസ് തന്നിട്ടുണ്ട്. എത്രയാ മോളാർ മാസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ട്. M equals 2.7 into 10 raised to minus 2 kilogram per mole. പിന്നെ തന്നിരിക്കുന്ന that element forms a cubic unit cell. യൂണിറ്റ് സെൽ എങ്ങനത്തെയാണെന്ന് പറഞ്ഞിട്ടില്ല. ആ യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. A equals 405 picometer. പിന്നെ എലമെന്റിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. D equals 2.7 into 10 raised to 3 kilogram per meter cube. ഇത് ചോദിച്ചിരിക്കുന്നത് what is the nature of the unit cell? ഇപ്പൊ യൂണിറ്റ് സെല്ലിലെ 3 ടൈപ്പ് നമ്മൾ പഠിച്ചു. ഏതൊക്കെയാ? സിമ്പിൾ ക്യൂബിക് സെൽ, ബോഡി സെന്റേർഡ് ക്യൂബിക് സെൽ ആൻഡ് ഫേസ് സെന്റേർഡ് ക്യൂബിക് സെൽ. അപ്പൊ ഇവിടെ നമുക്ക് നേച്ചർ ഇത് മൂന്നിൽ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ, അതായത് സിമ്പിൾ ക്യൂബിക് സെൽ ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ 1 ആയിരിക്കും. ബോഡി സെന്റേർഡ് സെൽ ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ 2 ആയിരിക്കും. ഫേസ് സെന്റേർഡ് സെൽ ആണെങ്കിൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ 4 ആയിരിക്കും. അപ്പൊ നമ്മള് യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ നമ്പർ കണ്ടുപിടിക്കുന്നത് Z എന്ന ലെറ്റർ കൊണ്ടാണ്. അപ്പൊ വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ദി യൂണിറ്റ് സെൽ എന്ന് ഇവിടെ ചോദിച്ചപ്പോ നമ്മൾ Z-ന്റെ വാല്യൂ കണ്ടുപിടിക്കണം. Z-ന്റെ വാല്യൂ എത്രയാണെന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ യൂണിറ്റ് സെല്ലിന്റെ നേച്ചർ നമുക്ക് കിട്ടും. അപ്പൊ നമ്മള് കഴിഞ്ഞ പ്രോബ്ലത്തിൽ അതായത് ഡെൻസിറ്റിയുടെ ഫോർമുല എന്താ? D equals mz divided by n0a³. ഇതാണ് ഡെൻസിറ്റിയുടെ ഫോർമുല. അപ്പോഴ് അതിൽ നിന്ന് Z-ന്റെ വാല്യൂ Z ഈക്വൽസ് എന്ന് നമുക്ക് എഴുതാം. Z ഈക്വൽസ് എങ്ങനെ എഴുതാം? That is cross multiply ചെയ്യാം. Density into n0 into a³ divided by molar mass m. നമ്മൾ എല്ലാത്തിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Z-ന്റെ വാല്യൂ കിട്ടും. നോക്കാം. Z-ന്റെ വാല്യൂ 1 ആണ് കിട്ടുന്നതെങ്കിൽ സിമ്പിൾ ക്യൂബിക് സെൽ ആണ്, നേച്ചർ ഓഫ് യൂണിറ്റ് സെൽ. 2 ആണെങ്കിൽ BCC ബോഡി സെന്റേർഡ് സെൽ ആണ്, നേച്ചർ ഓഫ് യൂണിറ്റ് സെൽ. 4 ആണെങ്കിൽ യൂണിറ്റ് സെൽ FCC ആയിരിക്കും. നമുക്ക് നോക്കാം. ഡെൻസിറ്റിയുടെ വാല്യൂ
2.7 into 10 raised to 3 into N0, Avogadro number. 6.022 into 10 raised to 23 into A cube. A value 405 into 10 raised to minus, അതായത് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യണം. അതായത് 405 into 10 raised to minus 12 meter എന്നാണ്. നമ്മൾ അതിനെ സെന്റിമീറ്റർ ആക്കുമ്പോൾ മീറ്ററിനെ സെന്റിമീറ്റർ ആക്കാൻ കഴിഞ്ഞ പ്രവൃത്തി ചെയ്ത പോലെ 10 സ്ക്വയർ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ എങ്ങനെ വരും? 405 into 10 raised to minus 12 into 10 square equals 10 square equals എങ്ങനെ വരും? 405 into 10 raised to minus 10 അത്രയും സെന്റിമീറ്റർ. ഇത്രയാണ് നമ്മുടെ എയുടെ വാല്യൂ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. 405 into 10 raised to minus 10 അത്രയും ക്യൂബ്, അത്രയും സെന്റിമീറ്റർ ക്യൂബ്. ഡിവൈഡഡ് ബൈ മോളാർ മാസ് വന്നിട്ടുണ്ട്. എത്ര മോളാർ മാസ്? 2.7 into 10 raised to minus 2 അതാണ് മോളാർ മാസ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4 ആണ്. 4 കിട്ടിയതുകൊണ്ട് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് സെൽ എന്ന് പറയുന്ന 4 കിട്ടിയതുകൊണ്ട് നേച്ചർ ഓഫ് യൂണിറ്റ് സെൽ, ദാറ്റ് ഈസ് യൂണിറ്റ് സെൽ ഈസ് ഫ്രെയിം സെന്റർഡ് ക്യൂബിക്, FCC ആണ്. മനസ്സിലായോ? An element has a body-centered cubic, that is BCC structure, with a cell edge of 288 picometer. The density of the element is 7.2 gram per centimeter cube. How many atoms present in 208 gram of the element? അപ്പൊ ഈ പ്രോബ്ലം എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. എന്താ പറഞ്ഞേക്കുന്നത്? എലമെന്റ് ക്രിസ്റ്റലൈസസ് ഇൻ BCC ലാറ്റിസ്. BCCയില് ഒരു യൂണിറ്റ് സെല്ലിലുള്ള പാർട്ടിക്കിൾസിന്റെ എണ്ണം എത്രയാ? 2. പിന്നെന്താ അതില് ഒരു യൂണിറ്റ് സെല്ലിന്റെ എഡ്ജിന്റെ ലെങ്ത് തന്നിട്ടുണ്ട്. A equals 288 picometer. നമ്മൾ പൈക്കോമീറ്ററിനെ മീറ്റർ ആക്കുക. 288 into 10 raised to minus 12 മീറ്റർ. പിന്നെ സെന്റിമീറ്റർ ആക്കുമ്പോൾ 10 സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 288 into 10 raised to minus 12 into 10 raised to 2 equals 288 into 10 raised to minus 10 centimeter. അതാണ് യൂണിറ്റ് സെല്ലിന്റെ ഒരു എഡ്ജിന്റെ ലെങ്ത്. എലമെന്റിന്റെ ഡെൻസിറ്റി തന്നിട്ടുണ്ട് 7.2 gram per centimeter cube. പിന്നെ ആ എലമെന്റിന്റെ മാസ് വെയിറ്റ് തന്നിട്ടുണ്ട്, അതാണ് 208 gram. ഇവര് ചോദിച്ചിരിക്കുന്നത് എന്താ? 208 gram എലമെന്റിൽ എത്ര ആറ്റംസ് ഉണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് തന്നിട്ടുണ്ട് എലമെന്റ് ക്രിസ്റ്റലൈസസ് ഇൻ BCC ലാറ്റിസ് എന്ന്. BCCയിൽ ഒരു യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് കണ്ടുപിടിക്കാൻ ഈ 208 gram എലമെന്റിൽ എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കിട്ടും? അതായത് നമ്മൾ ആദ്യം യൂണിറ്റ് സെല്ലിന്റെ വോളിയം കണ്ടുപിടിക്കണം. പിന്നെ 208 gram എലമെന്റിന്റെ വോളിയം കണ്ടുപിടിക്കണം. എന്നിട്ട് എലമെന്റിന്റെ വോളിയത്തിനെ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര യൂണിറ്റ് സെൽ ഉണ്ടെന്ന് കിട്ടും. ആ നമ്പറിനെ ഒരു യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പൊ ടോട്ടൽ പാർട്ടിക്കിൾസ് കാണാൻ 2 into ആ നമ്പർ ഓഫ് യൂണിറ്റ് സെൽ. നമുക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന്. ആദ്യം ചെയ്യേണ്ടത് ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം. വോളിയം ഓഫ് 1 unit cell equals cube equals 288 into 10 raised to minus 10 the whole cube. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.39 into 10 raised to minus 23. 10 raised to minus 23. അത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് വോളിയം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വോളിയം ഓഫ് 208 gram ഓഫ് എലമെന്റ്. വോളിയം ഓഫ് 208 gram എലമെന്റ്. അതെങ്ങനെയാ? നമുക്കറിയാം ഡെൻസിറ്റി ഇസ് ഇക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പൊ അതിൽ നിന്ന് മാസ് ഇസ് ഇക്വൽ ടു എങ്ങനെ കിട്ടും? മാസ് ഈക്വൽസ് അല്ല, നമുക്ക് കണ്ടുപിടിക്കേണ്ട വോളിയം. വോളിയം ഈക്വൽസ് മാസ് ബൈ ഡെൻസിറ്റി. Mass of element by density. Mass 208
divided by density തന്നിട്ടുണ്ട് 7.2 gram per centimeter cube. അപ്പൊ ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 28.88 അത്രയും സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. അത്രയും സെന്റിമീറ്റർ ക്യൂബ് ആണ് വോളിയം. ഇനി നമുക്ക് നമ്പർ ഓഫ് യൂണിറ്റ് സെൽ കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് യൂണിറ്റ് സെൽ എങ്ങനെ കിട്ടും? എലമെന്റിന്റെ വോളിയം ദാറ്റ് ഈസ് 28.88നെ ഒരു യൂണിറ്റ് സെല്ലിന്റെ വോളിയം കൊണ്ട് 2.39 into 10 raised to minus 23 ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 12.08 into 10 raised to 23 അത്രയും എണ്ണം കിട്ടും. അപ്പൊ ഒരു ബി സി സിയിൽ 2 പാർട്ടിക്കിൾ. അപ്പൊ ഇത്രയും ഒരു ബി സി സി യൂണിറ്റ് സെല്ലിൽ 2 പാർട്ടിക്കിൾ. അപ്പൊ ഇത്രയും യൂണിറ്റ് സെല്ലിൽ എങ്ങനെ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഇൻ ദി യൂണിറ്റ് സെൽ ഈക്വൽസ് എങ്ങനെ കിട്ടും? One BCC unit cell consists of 2 particles. Therefore, number of particles in 12.08 into 10 raised to 23 unit cells equals 2 into 12.08 into 10 raised to 23 equals 24.16 into 10 raised to 23 particles. അപ്പോൾ ഈ സെക്ഷൻ ഇവിടെ തീരുവാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്